ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഒരു ഇഫ്താർ സ്നാക്സ് ആണ്. ഈ ഒരു സ്നാക്സ് ഞാൻ ഓവനിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഈ ഒരു സ്നാക്സ് ഉണ്ടാക്കാനായിട്ട് അധികം ഇൻഗ്രീഡിയൻസുകളൊന്നും ആവശ്യമില്ല. അപ്പോൾ വീഡിയോ കണ്ടുനോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാനൊരു ബൗളിലോട്ട് 2 കപ്പ് മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 1 ടീസ്പൂൺ ഈസ്റ്റും കൂടെ ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് ഞാനിപ്പോൾ 1.5 ഗ്ലാസ് ചൂടുവെള്ളമാണ് എടുത്തിട്ടുള്ളത്. ഇത് ആവശ്യത്തിന് ഒഴിച്ച് കൊടുത്തിട്ട് വേണം കുഴച്ചെടുക്കാൻ. ഒന്നിച്ച് തന്നെ 1.5 ഗ്ലാസ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കരുത്. ആവശ്യത്തിനനുസരിച്ച് ഒഴിച്ചിട്ട് കുഴച്ചെടുക്കുക. പിന്നെ ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഒഴിച്ചെടുക്കുന്നത്. ഒലീവ് ഓയിൽ കയ്യിലുണ്ടെങ്കിൽ അത് എടുക്കുക. പിന്നെ വെളിച്ചെണ്ണ യൂസ് ചെയ്യരുത്. ഇനി നല്ലോണം സോഫ്റ്റ് ആക്കിയിട്ട് വേണം ഇത് കുഴച്ചെടുക്കാൻ. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ചുകൂടി സൺഫ്ലവർ ഓയിൽ ഒന്ന് ആക്കി കൊടുത്തിട്ട് ഇത് പൊങ്ങി വരാനായിട്ട് മാറ്റി വെക്കുക. ഇനി ഇത് പൊങ്ങി വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലോട്ടുള്ള ഫില്ലിങ് തയ്യാറാക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ എല്ലില്ലാത്ത ചിക്കൻ എടുത്തിട്ടുണ്ട്. ചിക്കനൊക്കെ നിങ്ങൾക്ക് എത്ര വേണം അതിനനുസരിച്ച് എടുക്കുക. ഇതിലേക്ക് 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, 1/2 ടീസ്പൂൺ 1/4 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പിന്നെ കുറച്ച് കസ്തൂരി മേത്തി, ഇതെല്ലാം കൂടി ചേർത്തിട്ട് നല്ലോണം മിക്സാക്കി എടുക്കുക. പിന്നെ ഞാൻ കുറച്ച് കോളിഫ്ലവർ എടുത്തിട്ടുണ്ട്. ഫില്ലിങ്ങൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കട്ടോ. ഈ ഫിഷ് വെച്ചിട്ട് വേണം ഫിഷ് അതൊക്കെ ചെയ്യാം. ഇതിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് വെച്ചിട്ട് നല്ലോണം മിക്സാക്കി എടുക്കും. ഇത് ഫ്രൈ ചെയ്യാനായിട്ട് ഒരു പാന് സ്റ്റൗന്ന് വെച്ചെടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ വെളിച്ചെണ്ണയിലിട്ടാണ് ഫ്രൈ ചെയ്യുന്നത്. അപ്പോൾ വെളിച്ചെണ്ണ പാന് ചൂടായതിനു ശേഷം ഒഴിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഓരോ ചിക്കൻ പീസ് ഇതിലോട്ട് ഇട്ടെടുത്തിട്ടുണ്ട്. ഈ പാനിൻ്റെ ഒരു സൈഡിലായിട്ട് തന്നെയാണ് ഞാൻ കോളിഫ്ലവർ ഇട്ടെടുക്കുന്നത്. ഈ ചിക്കനും കോളിഫ്ലവറും ഇതിൽ നിന്ന് മാറ്റിയിട്ട് ഈ ഒരു പാനിൽ തന്നെയാണ് ഞാൻ ഇവിടെ മസാല റെഡിയാക്കുന്നത്. കുറച്ചുകൂടി ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 വലിയ ഉള്ളി ചെറുതാക്കി അരിഞ്ഞതാണ് ഇതിട്ട് കൊടുക്കുക. ഇനി ആവശ്യത്തിന് ഉപ്പും 1/2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ചേർത്തിട്ട് നല്ലോണം മിക്സാക്കി എടുക്കുക. ഇത് മിക്സായി കഴിഞ്ഞാൽ ഇതിലോട്ട് മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കണം. ഞാൻ മല്ലി നല്ലോണം കൈക്ക് വൃത്തിയാക്കിയതിന് ശേഷം മിക്സിയിൽ ഇട്ടിട്ട് നല്ലോണം അരച്ച് ഇത് ഐസ് ക്യൂബ്സ് ആക്കി എടുത്തതാണ്. അങ്ങനെ ആകുമ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ സ്നാക്സൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് ആവശ്യത്തിനുള്ള ഓരോ ക്യൂബാണ് ഇട്ട് കൊടുത്താൽ മതി. പിന്നെ നമ്മുടെ ചിക്കൻ കോളിഫ്ലവർ ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. ചിക്കൻ ഞാൻ കൈ വെച്ചാട്ടോ പിച്ചിട്ടുള്ളത്. ജാറിൽ അരക്കേണ്ട ആവശ്യമില്ല. ഇത് നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കുക. ഇതിലേക്ക് ഞാൻ ബേസിൽ ലീവ്സാണ് ഇട്ടെടുക്കുന്നത്.
ഈ ഒരു ബേസിൽ ലീവ്സ് ഇട്ടെടുത്താൽ നല്ലൊരു ടേസ്റ്റ് ആട്ടോ. പിന്നെ 1/2 ടീസ്പൂൺ ചിക്കൻ മസാല, 1/4 ടീസ്പൂൺ ഗരം മസാല. ഇത് നല്ലോണം മിക്സാക്കി കൊടുക്കുക. ഇനി വേറെ മസാലപ്പൊടികളൊന്നും ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നില്ല. പിന്നെ നമ്മുടെ മാവ് നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട്. ഇതൊന്നുകൂടെ നല്ലോണം സോഫ്റ്റ് ആക്കിയിട്ട് കുഴച്ചെടുക്കാം. ഈ കൗണ്ടർ ടോപ്പിലിട്ടിട്ട് നല്ലോണം കുറച്ച് മൈദപ്പൊടി ഇട്ടിട്ട് ഒന്നുകൂടെ ഒന്ന് കുഴച്ചെടുക്കുക. നമ്മൾ എത്രത്തോളം കുഴക്കുന്ന അതിനനുസരിച്ചായിരിക്കും നമ്മളുണ്ടാവും നല്ല സോഫ്റ്റും ഒക്കെ ഉണ്ടാവും. ഇത് ഓരോ ബോൾസ് ആക്കിയിട്ട് മാറ്റാം. ഇതൊന്ന് പരത്തിയെടുക്കാം. റൗണ്ടിൽ വേണ്ട പരത്തിയെടുക്കാനായിട്ട്. ഒറ്റ കനം കുറച്ച് പരത്തരുത്, അതുപോലെ നല്ലോണം കനം കൂടാനും പാടില്ല. ഇതിൻ്റെ നടുവിലായിട്ട് വേണം നമ്മൾ ഈ മസാല വെച്ചെടുക്കാനായിട്ട്. ഈ സൈഡിൽ ഞാൻ വെള്ളമായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത് ഒട്ടി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതാ ഇതുപോലെ മടക്കിയെടുക്കുക. ഒരു സമൂസൻ്റെ ആ ഒരു ഷേപ്പിലാട്ടോ ഞാൻ ചെയ്യുന്നത്. ഇതുപോലെ ഇനി എല്ലാം ഇങ്ങനെ ചെയ്യാം. ഓവൺ ഈ സമയത്ത് 10 മിനിറ്റ് പ്രീഹീറ്റ് ആക്കി വെക്കണം. ഇത് ഓവൻ്റെ ട്രെയിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. കോഴിമുട്ട ഞാൻ ഇതിന് മുകളിലൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതാണ്. ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് വെളുത്ത എള്ള് ഇട്ട് കൊടുക്കുക. ഇത് കയ്യിലുണ്ടെങ്കിൽ ഇട്ടെടുക്കുക. ഇട്ടെടുത്താൽ കാണാൻ കുറച്ചുകൂടെ ഒന്ന് ഭംഗിയുണ്ടാവും. ഈ 200 ഡിഗ്രി സെൽഷ്യസിൽ 25 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കുക. അപ്പോൾ അതാ നമ്മുടെ സമൂസ, ബേക്കഡ് സമൂസ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കാം. സിമ്പിളാണിത് ഉണ്ടാക്കാൻ, അതുപോലെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. പിന്നെ ചിക്കനും അതുപോലെ കോളിഫ്ലവർ പണി ഫില്ലിങ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ നല്ല സോഫ്റ്റും ആയിരുന്നു. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെ ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നാലും ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കിട്ടുള്ളൂ.